നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളുടെ ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അടിച്ചത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായെന്ന് പ്രതി സന്ദീപിന്റെ മൊഴി. പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയില്ല. അതേസമയം പ്രതികൾ അന്വേഷണവുമായി സഹകരിച്ചില്ലെങ്കിൽ മാത്രം തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. രാവിലെ 10 മണിയോടെയാണ് കേസിലെ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, മറ്റ് ഉദ്യോഗസ്ഥരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവർ ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. SIT തലവൻ AP ഷൌക്കത്തലിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ലോക്കൽ പോലീസ് വെറുതെ നിൽക്കുന്നത് കണ്ടാണ് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയത് എന്നും വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം തുടങ്ങിയ ശേഷമാണ് ലാത്തി കയ്യിൽ കരുതിയത് എന്നും സന്ദീപ് SITക്ക് മൊഴി നൽകി. ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണെന്നും മൊഴിയിലുണ്ട്. ഓരോരുത്തരെയും വേറെ വേറെ ഇരുത്തിയാണ് ചോദ്യം ചെയ്തത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ വൈകുന്നേരം 4 മണി വരെ നീണ്ടു. പ്രതികളുടെ ചോദ്യം ചെയ്യൽ നാളെയും തുടരും. അതേസമയം കേസിൽ തൽക്കാലം ഹൈക്കോടതിയെ സമീപിക്കേണ്ടതില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. പ്രോസിക്യൂഷന് ലഭിച്ച നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനത്തിലേക്കെത്തിയത്. കേസിനെ നേരിടാൻ 2 രീതികളാണ് ഇരകളുടെ മുന്നിലുള്ളത്. ജാമ്യം റദ്ദ് ചെയ്യാൻ അപേക്ഷ നൽകുകയോ മേൽക്കോടതിയെ സമീപിക്കുകയോ ചെയ്യാം. എന്നാൽ പ്രതികൾ മുൻകൂർ ജാമ്യവ്യവസ്ഥ ലംഘിക്കുകയോ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുകയോ ചെയ്താൽ മാത്രം നടപടിയുമായി മുന്നോട്ടു പോകാം എന്നാണ് നിലവിൽ പ്രോസിക്യൂഷന് ലഭിച്ച ഉപദേശം. മീഡിയ 1 ആലപ്പുഴ.